സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഒരു വലിയ വാർത്തയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്നുകൾ മോഷ്ടിക്കപ്പെട്ടതിൽ അധികൃതർക്ക് ഗുരുതര വീഴ്ച. മാനസിക പ്രശ്നങ്ങൾക്കും അപസ്മാരത്തിനും നൽകുന്ന ഇഞ്ചക്ഷൻ മരുന്നുകളാണ് കാണാതായത്. മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ലഹരിയായി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. മോഷണം നടന്ന 4 ദിവസമായിട്ടും പോലീസിന് കേസെടുക്കാനായിട്ടില്ല. ആയിട്ടില്ല സുഹൃത്തുക്കളെ. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് മാനസിക രോഗത്തിനും മറ്റും ഉപയോഗിക്കുന്ന മരുന്നുകൾ കാണാതായിട്ട് 4 ദിവസം കഴിഞ്ഞു എന്നാണ് മലയാളം അടക്കമുള്ള ഈ ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അതിനെ ഒന്ന് അന്വേഷിക്കുവാനോ ആരാണിത് മോഷണം നടത്തിയതെന്നോ അല്ലെങ്കിൽ ഇത് മോഷണം നടത്തും വിധത്തിൽ ഇത്തരം മരുന്നുകൾ അവിടെ എങ്ങനെയാണ് സൂക്ഷിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊന്നും അന്വേഷിക്കാനുള്ള ഒരു വ്യഗ്രതയൊന്നും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കാണാനില്ല. അതിന് പകരമായിട്ട് നമ്മുടെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് 100% ഉറപ്പിച്ച് പറയാം ഈ ഹോസ്പിറ്റലുകൾ, അതും ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. നല്ല ചികിത്സ കിട്ടാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ അവിടെ അത്ര ഇടങ്ങളിൽ ഉച്ചനേരങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. മതസംഘടനകളും മറ്റും ഒക്കെ ഇത്തരത്തിൽ ഉച്ചനേരങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സംഘടനയാണ് ഓരോ ദിവസവും 1500ഓളം പേർക്ക് മിനിമം ഇവർ ഭക്ഷണം നൽകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതെ ആരും മടങ്ങിപ്പോകരുത് എന്നുള്ളതാണ് അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ. അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകൾ നാളെ മുതൽ ഭക്ഷണം കൊടുക്കണ്ട എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുരളീധരൻ നമ്മുടെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇവർ അന്വേഷിക്കും ഇയാള് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് എന്ത് ഇങ്ങനെയൊക്കെ പറയാൻ ഇദ്ദേഹം അടക്കമുള്ള ആളുകൾക്ക് എന്ത് അവകാശമാണുള്ളത്. ഇദ്ദേഹം ഒരു കോൺഗ്രസ് മനുഷ്യനാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരെവിടെയെങ്കിലും വേണമെങ്കിൽ DYFI ആണ് കേരളത്തിൽ ഭക്ഷണം നൽകുന്നത്. ഒരു പോഷക സംഘടനയാണ് DYFI എന്ന് വേണമെങ്കിൽ പറയാം CPM-ന്റെ. അതേപോലെ കോൺഗ്രസിന്റെ പോഷക സംഘടന എന്നൊക്കെ പറയാവുന്ന KSU അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാര് കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ എത്രയെങ്കിലും കാലമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നോ എന്ന് മാത്രമാണ് ഉത്തരം നമ്മുടെ കയ്യിലുള്ളത്. അപ്പോഴാണ് ഇത് ഇദ്ദേഹത്തിന്റെ കൊതിക്കറിവാണ് അല്ലെങ്കിൽ ഒരു പകപോക്കലാണ്, ഒരു ഈവയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുക, ഓരോ ദിവസവും 1500ഓളം പേർക്ക് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അത് ഇവർക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്ന് മാത്രമല്ല അത് നടക്കുന്ന കാര്യമല്ലെന്നേ, നടപ്പിലാവില്ല. ഒന്നാമത് അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു ഭരണത്തിന് അത് ഒരു കാരണവശാലും ഇവരിത് നടപ്പിൽ വരുത്തില്ല. പാവങ്ങളെ പരിഗണിക്കുക എന്ന് പറയുന്ന പരിപാടി ഇവർക്കില്ല. എന്തായാലും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു. സ്വന്തം പിതാവിന്റെ പേരിൽ ഒരു സ്ഥലത്ത് എത്രയോ കാലമായിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ വഴിയും പുറത്തു വന്നതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിന് തന്റെ പിതാവിനെ ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല. ഒരു കാരണവുമില്ലാതെ നാട്ടുകാർ തന്റെ പിതാവിനെ സ്മരിക്കുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ വാക്കിൽ നിന്നെല്ലാം ഇദ്ദേഹം ഇപ്പോൾ പിൻവലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: DYFIയും പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. അതിൻ്റെ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് 2 കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല ഒരു വലിയ തെറ്റുള്ളത് DYFI ബാനർ വെച്ച് കെട്ടിയിട്ട് തടസ്സം ചെയ്യുന്നതാണ്. ബാനർ ഒരു തടസ്സമാണെന്ന് വിചാരിക്കുന്നില്ല, പക്ഷേ അവിടെ ഒരു കുടില് കെട്ടിയിട്ടുള്ളത് DYFI അല്ല, അത് സേവഭാരതിയാണ്. അത് പൊളിച്ചു കളയേണ്ടത് തന്നെയാണ്. ബാക്കി കേൾക്കാം. അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ചു നൽകണം. ഇത് സർക്കാരിന്റെ സ്വത്താ, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. തീർച്ചയായിട്ടും ആ പറഞ്ഞതുവരെ നമുക്ക് അംഗീകരിക്കാം. സേവാഭാരതിക്കെതിരെയാണ് ഇദ്ദേഹം നിൽക്കുന്നത് എങ്കിൽ ഞാനും ഒപ്പയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഈ അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചിലർ എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല.
ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ സ്ഥലം കയ്യേറി നല്ല കാര്യം, വലിയ ബാനർ വെച്ച് ശരി, ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. ശരിയാണ്. ഞങ്ങളല്ലാതെ മറ്റാരൊന്നും ചെയ്യേണ്ട എന്ന രീതിയിലൊന്നും ഡിവൈഎഫ് ഇറങ്ങിയിട്ടില്ല. കേസുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെന്നേ, അവർ കൊടുക്കണം. അത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവർക്കൊന്ന് ഇറങ്ങട്ടതേ, ആ കതറൊക്കെ ഒന്ന് വേർക്കട്ടെന്നേ, അല്ലേ? അല്ല, അത് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ല. ആലപ്പുഴയിൽ കംപ്ലൈന്റ് കിട്ടി, തീരുമാനം എടുത്തു. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈന്റ് കിട്ടിയാൽ അപ്പൊ നോക്കാം. ഇപ്പൊ കംപ്ലൈന്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരാ? ഞാൻ പറയാം, HDS അംഗങ്ങൾ ഉൾപ്പെടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകന യോഗം. HDS എല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ HDS എന്തൊരു കാര്യം പറയുന്നല്ലോ കുറിച്ച് ചർച്ച വന്നത് ആ കമ്മിറ്റിയുടെ തീരുമാനം. അത് ഇപ്പൊ ഉള്ളതിനൊന്നും ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പരാതി കിട്ടിയാൽ മാത്രം നടപടി ചെയ്യും. ആയിക്കോട്ടെ. പക്ഷെ കമ്മ്യൂണിറ്റി കിച്ചനെ കുറിച്ച് എന്തോ പറയുന്നുണ്ടല്ലോ. പ്രതീക്ഷയോടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകനമായിട്ട് അവിടുന്ന് മാറ്റി നിർത്താനും ആലപ്പുഴയിൽ അതിന്റെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല. അപ്പൊ ആലപ്പുഴയിലെ കമ്മ്യൂണിറ്റി കിച്ചൺ ഇവര് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ, നമ്മുടെ ആരോഗ്യമന്ത്രി, പറയുന്നത്. അപ്പൊ ആലപ്പുഴയിൽ നടക്കുമെന്ന് നോക്കട്ടെ, അല്ലേ? ആലപ്പുഴയിൽ നടക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നടക്കാനൊന്നും പോകുന്നില്ല. നടന്നു കഴിഞ്ഞാൽ ഞാൻ തിരുത്താം കേട്ടോ, പക്ഷെ തിരുത്തേണ്ടി വരില്ല എനിക്ക്. ബൈ.